ഹലോ. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ ലാസ്റ്റത്തെ പാർട്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു ഇങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞുള്ളൊരു ഒരു പാർട്ട് നമ്മുടെ തീരും. നമ്മുടെ LD എടുത്ത് നോക്കിയാലും ഡിഗ്രി ലെവൽ എടുത്ത് നോക്കിയാലും ഈ ഒരു പാർട്ടിൽ നിന്ന് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇനി ചോദിക്കുകയുമില്ല. അപ്പോൾ നമുക്കതൊന്ന് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ അതിലാദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് പ്രോസസ്സർ ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ നിന്നും നമുക്ക് പ്രോഗ്രാമിംഗ് എന്താണെന്നും പ്രോഗ്രാമിങ്ങിന് മുമ്പുള്ള സ്റ്റേജസ് എന്താണെന്നും പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഒരു പാർട്ടുണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ, അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു റാപ്പായിട്ട് നമുക്ക് പറയാം. അത്ര നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ ചോദിച്ചിട്ടുള്ള പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലാംഗ്വേജ് പ്രോസസ്സറിൻ്റെ ഭാഗത്തു നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നോക്കുക, ബാക്കിയൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ നമ്മൾ സോഫ്റ്റ്വെയർ തുടങ്ങിയപ്പോൾ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് തിരിച്ച സമയത്ത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ അണ്ടറിൽ നമ്മളൊരു ലാംഗ്വേജ് പ്രോസസ്സർ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവർ, ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പഠിച്ചപ്പോൾ അതിലൊരു ലാംഗ്വേജ് പ്രോസസ്സർ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അത് നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ ഒപ്പം അതെന്താണെന്ന് വിശദമായിട്ട് പറയാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ ഇത്തിരി ഈസി ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. നമ്മുടെ NCERTയുടെ ടെക്സ്റ്റ് ബുക്കാണിതിൽ. നമ്മുടെ +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് അവരുടെ ടെക്സ്റ്റ് ബുക്കാണ് ഇത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം. മനുഷ്യൻ തമ്മിൽ ആശയവിനിമയം നടത്താൻ ഭാഷ ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷ ഉപയോക്താവിന് ആവശ്യമായി വരുന്നു. കമ്പ്യൂട്ടർ ഭാഷകളെ ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്നും താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്ന് രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷ് ആവാം, മലയാളം ആവാം, തമിഴാവാം, തെലുങ്കാവാം, അങ്ങനെ എന്ത് ലാംഗ്വേജ് വേണമെങ്കിലും ആവാം. അതേപോലെ തന്നെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. ആ മെഷീൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് മെഷീനാണല്ലോ, ആ മെഷീന് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. അതിന് നമ്മൾ സ്വിച്ച് ഓൺ ഓഫ് ഈ കാര്യങ്ങൾ മാത്രമേ അതിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതിനെയാണ് 0 and 1 എന്ന് പറഞ്ഞിട്ട് നമ്പർ ഉണ്ടാവും. 0 എന്ന് പറഞ്ഞാൽ ഓഫ്, 1 എന്ന് പറഞ്ഞാൽ ഓൺ. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും കമ്പ്യൂട്ടർ പ്രവർത്തിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് കമ്പ്യൂട്ടറിനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ ഭാഷാ പ്രോസസ്സർ എന്ന് പറയാം. ഇനി കമ്പ്യൂട്ടർ ഭാഷകളെ എങ്ങനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് പറയാം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും. അതായത് ഉയർന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ, താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ. ഈ താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യന്ത്രാധിഷ്ഠിത ഭാഷ എന്നറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിൽ ലഭ്യമായ മെമ്മറിയും രജിസ്റ്ററുകളും ഉപയോഗിച്ച് ഈ ഭാഷയിലുള്ള പ്രോഗ്രാമുകൾ എഴുതും. അപ്പോൾ ആ മെമ്മറി രജിസ്റ്ററൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ എഴുതപ്പെടുന്നത്. അപ്പോൾ ഓരോ കമ്പ്യൂട്ടറിൻ്റെയും രൂപകൽപ്പന ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകം ലോ ലെവൽ ലാംഗ്വേജസ് ഉണ്ടാകും. പിന്നെ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജാണ് താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷകളായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പോൾ താഴ്ന്ന തലത്തിലുള്ള ഭാഷകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും. അപ്പോൾ ആദ്യത്തെ മെഷീൻ ലാംഗ്വേജ് അഥവാ യന്ത്രഭാഷ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രത്യേകതരം സൂചനകൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ 1ഉം 0ഉം എന്നീ ബൈനറി നമ്പറുകളിലൂടെ പ്രതിനിധീകരിക്കപ്പെടുന്ന പ്രത്യേക അടയാളങ്ങൾ മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടർ മനസ്സിലാകൂ. ബൈനറി അക്കങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷകളെ യന്ത്രഭാഷ എന്ന് വിളിക്കുന്നു. യന്ത്രഭാഷയിൽ പ്രോഗ്രാം എഴുതുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാ നിർദ്ദേശങ്ങൾക്കും 0ൻ്റെയും 1ൻ്റെയും ദൈർഘ്യമേറിയ സ്ട്രിങ് ഓർത്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് ഇത്തിരി അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്നതാണ് നമ്മുടെ അസംബ്ലി ഭാഷ. അസംബ്ലി ഭാഷ മധ്യവർത്തിയായ പ്രോഗ്രാമിംഗ് ഭാഷയാണ്. അസംബ്ലി ഭാഷകളെ ഉപയോഗിക്കുന്ന സംഭവമാണ് അതിലെഴുതുന്ന നമ്മൾ ഷോർട്ട് ഫോമുകളെ നമുക്ക് ന്യൂമോണിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അസംബ്ലി ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡിങ്ങിനെ നമ്മൾ ന്യൂമോണിക്സ് എന്നാ പറയാം.
ഒരു പ്രവർത്തനത്തിന് കൊടുക്കുന്ന പ്രതീകാത്മകമായ പേരാണ് ന്യൂമോണിക്. ഉദാഹരണമായി സങ്കലനത്തിന് ആഡ്, വ്യവകലനത്തിന് സബ് എന്നിങ്ങനെ. യന്ത്രഭാഷ അപേക്ഷിച്ച് അസംബ്ലി ഭാഷയിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് യന്ത്രാധിഷ്ഠിത ഭാഷയായതിനാൽ പ്രോഗ്രാമർക്ക് കമ്പ്യൂട്ടർ രൂപഘടനയെക്കുറിച്ച് അറിവുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത് വെച്ച് പ്രോഗ്രാം ചെയ്യുന്ന ആൾക്ക് ഇത്തിരി കൂടി കമ്പ്യൂട്ടറായിട്ട് അതിൻ്റെ രൂപഘടനയായിട്ട്, അതായത് അതിൻ്റെ ഇത്തിരി കൂടി ഇന്നറായിട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെമ്മറി രജിസ്റ്റർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിൽ എഴുതുന്നതെന്ന് പ്രോഗ്രാം. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ചും കൂടി അറിവുണ്ടായിരിക്കണം. അപ്പോൾ ന്യൂമോണിക്സ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഇനി അടുത്തത് ഉയർന്ന തലത്തിലുള്ള ഭാഷ. എന്താണ് ഉയർന്ന തലത്തിലുള്ള ഭാഷ എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ പഠിച്ചു കമ്പ്യൂട്ടറായിട്ട് തൊട്ടടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ഭാഷകളാണ് നമ്മുടെ ഈ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമ്മളുമായിട്ട് ഇത് ഇൻട്രാക്ഷൻ കൂടിയിട്ടുള്ള ഒരു ഭാഷയാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഈ ഭാഷകൾ ഇംഗ്ലീഷ് ഭാഷയെ പോലെയാണ്, പിന്നെ അസംബ്ലി ഭാഷയെക്കാളും യന്ത്രഭാഷയെക്കാളും ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ അഥവാ HLL അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഉയർന്ന തലത്തിൽ ഭാഷയിൽ എഴുതിയിരിക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ അതിന് തുല്യമായ യന്ത്രഭാഷയിലേക്ക് മാറ്റുന്നു. ആയതിനാൽ ഇത്തരം ഭാഷകളെ തർജ്ജമ ചെയ്യുന്നതിന് ഒരു ഭാഷാ വിവർത്തകനെ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് പിന്നെ പറയാം ഒക്കെ ഉപയോഗിക്കേണ്ടി വരുന്നു. ബേസിക്, CPP, ജാവ എന്നിങ്ങനെ ഉയർന്ന തലത്തിലുള്ള ഭാഷാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ കുറേയുണ്ട്. പിന്നെ നമുക്ക് ഈ പൈത്തൺ നമ്മുടെ AI ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൈത്തൺ, കോബോൾ, ഫോർട്രാൻ ഇതൊക്കെ നമുക്ക് ഹൈ ലെവൽ ലാംഗ്വേജിന് നമുക്ക് ഉദാഹരണമായിട്ട് പറയാം. ഇനി നമുക്ക് ഭാഷാ പ്രോസസ്സറിൻ്റെ ആവശ്യകത. അപ്പം നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു ഉയർന്ന തലത്തിൽ എഴുതിയിട്ടുള്ള നമ്മളിപ്പോൾ ഈ സിയിലോ CPPയിലോ ജാവയിലോ പൈത്തണിലോ ഒക്കെ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് ഉയർന്ന തലത്തിലുള്ള ഭാഷകളിലോ അസംബ്ലി ഭാഷകളിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് കമ്പ്യൂട്ടർ മനസ്സിലാക്കുന്ന ഭാഷ മാറ്റുന്നതിന് ഭാഷാ പ്രോസസ്സറുകൾ ഉപയോഗിക്കുന്നു. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിലോ അസംബ്ലി ഭാഷകളിലോ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമുകളെ അതിന് സമാനമായ യന്ത്രഭാഷകളിലേക്ക് മാറ്റം ചെയ്യുന്ന സിസ്റ്റം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭാഷാ പ്രോസസ്സുകൾ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന അസംബ്ലർ, ഇൻ്റർപ്രറ്റർ, കമ്പൈലർ. അതിൻ്റെ ഒരു പിക്ചർ അതിൻ്റെ താഴെ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ അസംബ്ലർ എന്താണ്? അസംബ്ലി ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുന്നതിന് അസംബ്ലർ എന്നറിയപ്പെടുന്ന ഒരു വിവർത്തകൻ്റെ ആവശ്യമാണ്. പ്രോഗ്രാമിലെ പ്രവൃത്തികൾ നടപ്പാക്കുന്നത് തർജ്ജമ ചെയ്യപ്പെട്ട ശേഷമാണ്. കാരണം കമ്പ്യൂട്ടറിന് യന്ത്ര കോഡ് നിർദ്ദേശം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അസംബ്ലറും യന്ത്രാധിഷ്ഠിതമാണ്. അപ്പോൾ ഈ അസംബ്ലർ എന്ന് പറഞ്ഞ ഒരു ഇൻ്റർമീഡിയറ്റിലായിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടെങ്കിലാണ് അസംബ്ലി ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് നോക്കിയാൽ മതി. അസംബ്ലി ലാംഗ്വേജിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അസംബ്ലർ. അത് ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്തത് ഇൻ്റർപ്രറ്റർ. ഉയർന്ന തലത്തിൽ എഴുതിയ പ്രോഗ്രാമുകളെ വരിയായി യന്ത്രഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് ഇൻ്റർപ്രറ്റർ. ഏതെങ്കിലും ഒരു വരിയിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റുകൾ വെളിപ്പെടുത്തുകയും പ്രവർത്തനം അവിടെ വെച്ച് അവസാനിക്കുകയും ചെയ്യുന്നു. തെറ്റ് തിരുത്തിയ ശേഷം മാത്രമേ വിവർത്തനം തുടരുകയുള്ളൂ. ബേസിക് ഒരു ഇൻ്റർപ്രറ്റർ ഭാഷയാണ്. അപ്പോൾ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള അതിൽ നിന്നും നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മൊഴിമാറ്റപ്പെടും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ വരിയായിട്ടാണ് ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തി വേണം പിന്നെ നമ്മൾ ഇത് ചെക്ക് ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്തത് കമ്പൈലർ. ഉയർന്ന ഭാഷയിൽ എഴുതിയ പ്രോഗ്രാമുകളെ യന്ത്രഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്ന ഭാഷാ പ്രോസസ്സറാണ് കമ്പൈലർ. ഒറ്റത്തവണ കൊണ്ട് തന്നെ അത് പ്രോഗ്രാം മുഴുവനായും വ്യാഖ്യാനിക്കുന്നു. ഇതിൽ എന്തെങ്കിലും തെറ്റ് വന്നാൽ ആ തെറ്റുകൾ കമ്പൈലേഷൻ അവസാനം ക്രമനമ്പറോട് കൂടി സന്ദേശങ്ങളായി സ്ക്രീനിൽ തെളിയും. വാക്യഘടനയിൽ തെറ്റൊന്നുമില്ലെങ്കിൽ കമ്പൈലർ ഒരു ഒബ്ജക്റ്റ് ഫയലിനെ സൃഷ്ടിക്കും. കമ്പൈലർ ഉപയോഗിച്ചുള്ള
തർജ്ജമയെ കമ്പൈലേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. തർജ്ജമയ്ക്ക് ശേഷം പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് കമ്പൈലർ മെമ്മറിയിൽ ആവശ്യമില്ല. പിന്നെ കമ്പൈലർ ഉപയോഗിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ഭാഷകളാണ് സി, CPP, പാസ്കൽ തുടങ്ങിയവ. അസംബ്ലി ഭാഷയിൽ നിന്നും ഉയർന്ന തലത്തിലുള്ള ഭാഷയിൽ നിന്നും പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളായി വിവർത്തനം ചെയ്യുന്ന പ്രവൃത്തികൾ ചുവടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ഫുൾ പ്രോഗ്രാമിനെ അങ്ങനെ തന്നെ ഹൈ ലെവലിലുള്ള ഒരു ഫുൾ പ്രോഗ്രാമിനെ അങ്ങനെ തന്നെ അപ്പോൾ കമ്പൈലർ കംപ്ലീറ്റ് എന്ന് ഓർക്കുക. കംപ്ലീറ്റ് പ്രോഗ്രാമിനെ വ്യാഖ്യാനിക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പിന്നെ അത് ലാസ്റ്റ് കമ്പൈലേഷൻ കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് തിരിച്ച് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കമ്പൈലർ ആദ്യമായിട്ട് എടുക്കുന്ന ആ ഒരു ഫയലിനെ നമ്മൾ സോഴ്സ് പ്രോഗ്രാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് അവരുണ്ടാക്കി ലാസ്റ്റ് ഉണ്ടാക്കുന്ന ആ ഒരു ഫയലിനെ ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയും. തെറ്റൊന്നും ഇല്ലെങ്കിൽ ആ തെറ്റില്ലാതെ കിട്ടുന്ന ആ ഫയലിനെ ഒബ്ജക്റ്റ് ഫയൽ എന്ന് പറയും. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ട എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. 0101 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിരിക്കുന്ന അതാണ് യന്ത്രഭാഷ. അതിനെ അസംബ്ലി ലാംഗ്വേജ് ആണ് ഇപ്പുറത്ത് കിടക്കുന്ന ആ മൂവ് AL, മൂവ് CL, ലോഡ് CL എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. അതിൽ നിന്നും അസംബ്ലർ യൂസ് ചെയ്തിട്ട് നമുക്ക് യന്ത്രഭാഷയിലേക്കാക്കും. ഇപ്പുറത്ത് വോയിഡ് മെയിൻ എന്നൊക്കെ ഉള്ളത് ഹൈ ലെവലാണ്. അപ്പോൾ കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ യൂസ് ചെയ്തിട്ട് നമുക്കത് യന്ത്രഭാഷയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇനി 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്നും കൂടി നോക്കാം. പ്രോഗ്രാമിംഗ് ഭാഷകൾ 0 ഉം 1 എന്നീ 2 ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ഭാഷയാണ് ബൈനറി ഭാഷ. അപ്പോൾ അതിലൊരു പിക്ചർ കണ്ട, കമ്പ്യൂട്ടറിന് ബൈനറി ഭാഷ മാത്രമേ മനസ്സിലാകൂ എങ്കിൽ എല്ലാ നിർദ്ദേശങ്ങളും ഈ ഭാഷയിലാക്കേണ്ടി വരില്ലേ? അത് ശരിയാ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ആക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം ബൈനറി ഭാഷയിൽ നിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കുറേ പേജുകളുള്ള ഒരു പ്രോഗ്രാമിൽ 0 ഉം 1 മാത്രമേ എന്ന് കരുതുക. പിന്നീട് ഈ പ്രോഗ്രാമിനെ തിരുത്തേണ്ടി വന്നാലുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് നമ്മുടെ പൈത്തൺ. മറ്റ് ചില പ്രോഗ്രാമിംഗ് ഭാഷയാണ് C, CPP, ജാവ തുടങ്ങിയവ. അപ്പോൾ ഇതിൽ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമിൻ്റെ ചിത്രീകരണമാണ് ഇതിൽ കൊടുത്താക്കുന്നത്. ഇപ്പോൾ പ്രിൻ്റ് വെൽക്കം എന്നുള്ള വെൽക്കം എന്ന് പ്രിൻ്റ് ചെയ്യുന്ന ആ സംഭവം ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ എത്രത്തോളം 1 ഉം 0 ഉണ്ടെന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്റ് എന്ന് ഉദ്ദേശിക്കണം എന്താണെന്ന് ഇതിൽ കൊടുത്താക്കണം. അതുകൂടി ഞാനൊന്ന് പറഞ്ഞു പോകാം. നിങ്ങളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാം സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ പൈത്തൺ ഭാഷയിലാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞാക്കണം. പ്രിൻ്റ് ആമിന എന്ന് കൊടുത്താൽ അവസാനം അതിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ കൊടുത്താക്കണം. വേണ്ട, ആമിന എന്നുള്ളത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരും. അതാണ് കേട്ടോ ഈ പ്രിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പൈത്തനെ പറ്റി ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പൈത്തൺ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് പൈത്തൺ. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന സിൻറ്റാക്സ്, അതായത് സിൻറ്റാക്സ് എന്ന് പറഞ്ഞാൽ പദവിന്യാസ ഘടന ആണ് പൈത്തനുള്ളത്. ജാവ, C തുടങ്ങിയ പ്രോഗ്രാമിംഗ് ഭാഷയിൽ ഉള്ളതിനെ വളരെ കുറച്ച് ചിഹ്നങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഗൈഡോ വാൻ റോസത്തിൻ്റെ നേതൃത്വത്തിലാണ് പൈത്തൺ രൂപീകരിക്കുക. അപ്പോൾ ഇത് നോക്കണം കേട്ടോ, ഗൈഡോ വാൻ റോസം എന്നുള്ള പേര്. ഈ ഓപ്പൺ സോഴ്സ് ലൈസൻസോട് കൂടിയ സോഫ്റ്റ്വെയർ ആണിത്. ബ്ലെൻഡർ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ തുടങ്ങിയ പല സോഫ്റ്റ്വെയറുകളും പൈത്തൺ ഭാഷയിൽ തയ്യാറാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പൈത്തൺ എന്നുള്ളത് ശ്രദ്ധിക്കണം. നമ്മുടെ AI-ക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് പൈത്തൺ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ഇനി ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം നമ്മളിപ്പോൾ പറഞ്ഞു. എന്താണ് പ്രോഗ്രാമിംഗ് ഭാഷയിലുള്ള നിർദ്ദേശങ്ങളെ ബൈനറി ഭാഷയിലേക്ക് തിരിച്ച് ബൈനറി ഭാഷയിലുള്ള നിർദ്ദേശങ്ങളെ പ്രോഗ്രാമിംഗ് ഭാഷയിലേക്ക് മാറ്റുന്നതിനെ ട്രാൻസ്ലേറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നു. ഇത് നമ്മൾ നേരത്തെ +1 ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. ഇനി അതിലൊരു ബോക്സ് കൊടുത്താക്കുന്നതാണ്. കമ്പ്യൂട്ടറിൽ ഒരു പ്രവർത്തനത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ അവ ശരിയായ രീതിയിൽ ചെറിയ ചെറിയ പ്രവർത്തന ഘട്ടങ്ങളായി ക്രമീകരിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രശ്നം നിർദ്ധാരണത്തിന് നൽകുന്ന ഘട്ടം ഘട്ടമായ പ്രവർത്തന രീതിയാണ് അൽഗോരിതം. അപ്പോൾ ഈ അൽഗോരിതം എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ NCERT-യിൽ അതിനെക്കുറിച്ച് ഇത്തിരി വിശദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പോവാം.
ഇതും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ആണ്, +1 ടെക്സ്റ്റ് ബുക്ക്. അപ്പം നമുക്ക് ഈ പ്രോഗ്രാമിംഗ് തത്വങ്ങളും പരിഹരണവും ആ ഒരു ചാപ്റ്ററിലേക്ക് തന്നെ പോവാം. അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നപരിഹാരം. അപ്പോൾ പ്രശ്നപരിഹാരം നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ആദ്യം. അപ്പോൾ അതിനെ ടോപ്പ് ഡൗൺ രൂപകൽപ്പന, അതുപോലെ തന്നെ ബോട്ടം അപ്പ് രൂപകൽപ്പന എന്നീ 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ടോപ്പ് ഡൗൺ രൂപകൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അതിന് കീഴിൽ കുറച്ച് ഉപപ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ എന്താണ്, വീടിൻ്റെ രേഖാചിത്രം വരയ്ക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. അതിലെന്താ, വീട് വരയ്ക്കുമ്പോൾ ആദ്യം നമ്മളൊരു ബാഹ്യരേഖ കൊടുക്കും, പിന്നെ അതിന് ഷെഡിങ് കൊടുക്കും, വാതിലിൻ്റെ പടി എന്നിങ്ങനെ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഭാഗം ഞാനൊന്ന് സൂം ചെയ്യാം. ടോപ്പ് ഡൗൺ രൂപകൽപ്പന എന്നത് തന്നിരിക്കുന്ന നടപടിക്രമത്തെ അല്ലെങ്കിൽ കൃത്യത്തെ ഘടകങ്ങളാക്കുകയും ഏറ്റവും അടിസ്ഥാനപരമായ ക്രിയകൾ അടങ്ങിയ ഘടകം ലഭിക്കുന്നതുവരെ ഓരോ ഘടകത്തെയും വീണ്ടും വിഭജിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഒരു പൊതുവായ പ്രശ്നം മുകളിൽ തലം മുതൽ ആരംഭിക്കുകയും അതിൻ്റെ ഓരോ വിഭാഗത്തിലും പ്രത്യേക പരിഹാരങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും ചെയ്യുന്നു. ടോപ്പ് ഡൗൺ വിഭജനം എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. അപ്പോൾ ഒരു വലിയൊരു പ്രശ്നം നമ്മളിലുണ്ട്, അതിനെ ഏറ്റവും ചെറിയ സിമ്പിളസ്റ്റ് ഫോം ആക്കുന്ന വരെ അതിനെ ചെറിയ ചെറിയ ഇതാക്കിയിട്ട് വിഭജിച്ചിട്ട് അതിൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന ആ ഒരു രീതിയെയാണ്, അങ്ങനെ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് രീതിയെയാണ് നമ്മൾ ടോപ്പ് ഡൗൺ രൂപകൽപ്പന എന്ന് പറയുന്നത്. ഇനി ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പോലെ ആദ്യം നമ്മൾ എന്താ പറയുക, തറയിട്ട് കഴിഞ്ഞിട്ടാണ് ബാക്കി മേലോട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പം അതേപോലെ താഴെ തട്ടിലുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്നും ബാക്കി കാര്യങ്ങളിലേക്ക് മുൻപോട്ട് പോകുന്ന ഒരു രൂപകൽപ്പനയാണ് നമ്മൾ ബോട്ടം അപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ വിവിധ ഘട്ടങ്ങൾ എന്നാണ് അടുത്ത പോയിന്റ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ എങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യം പ്രശ്നം തിരിച്ചറിയൽ, പിന്നെ അൽഗോരിതവും ഫ്ലോ ചാർട്ടുകളും, പ്രോഗ്രാം കോഡ് തയ്യാറാക്കൽ, പരിഭാഷ, പ്രവർത്തനവും പരീക്ഷണവും, പിന്നെ വിവരണം തയ്യാറാക്കൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സും ഉണ്ട്. അപ്പോൾ പ്രശ്നം തിരിച്ചറിയൽ, അതിന് ഇംഗ്ലീഷിൽ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയും. അൽഗോരിതങ്ങളും ഫ്ലോ ചാർട്ടുകളും, പ്രിപ്പയറിംഗ് ഓഫ് അൽഗോരിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സ്, പ്രോഗ്രാമിംഗ് ഭാഷ ഉപയോഗിച്ച് പ്രോഗ്രാം കോഡ് ചെയ്യൽ, കോഡിംഗ് ദ പ്രോഗ്രാം യൂസിങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, പരിഭാഷ അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, ഡീബഗ്ഗിംഗ്, പിന്നെ പ്രവർത്തനവും പരീക്ഷണവും അതായത് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ്, പിന്നെ വിവരണം തയ്യാറാക്കുക, അതിനെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ നമുക്ക് സ്ട്രെസ് ചെയ്ത് നോക്കാം. പ്രശ്നം തിരിച്ചറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വയറുവേദന അനുഭവപ്പെടുന്നു എന്ന് കരുതുക. ഈ പ്രശ്നം ഒരു ഡോക്ടർക്ക് പരിഹരിക്കാൻ കഴിയണമെന്ന് നിങ്ങൾക്കറിയാം. വേദന തുടങ്ങിയ സമയം, മുമ്പ് ഇതുപോലെ വേദന അനുഭവപ്പെട്ട സാഹചര്യം, ഭക്ഷണ രീതി എന്നിവയെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ ഡോക്ടർ ചോദിക്കുകയും സ്റ്റെതസ്കോപ്പ്, എക്സ്റേ അല്ലെങ്കിൽ സ്കാൻ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം രോഗനിർണയത്തിൻ്റെ ഭാഗമാണ്. ഈ നടപടിക്രമങ്ങൾക്ക് ശേഷം ഡോക്ടർ പ്രശ്നം തിരിച്ചറിഞ്ഞ് ചില വൈദ്യശാസ്ത്ര പദങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അടുത്ത ഘട്ടം ഈ പ്രശ്നത്തിനുള്ള പരിഹാര നടപടിയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും. നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഡാറ്റ, എന്തിനം ഡാറ്റയാണ്, എത്രത്തോളം അളവ് ഇതിന് വേണം, ഉപയോഗിക്കുന്ന സൂത്രവാക്യം ഏത്, പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കേണ്ട ഔട്ട്പുട്ട് എങ്ങനെയാണ്, ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് നമ്മൾ ആദ്യം ഈ പ്രശ്നം തിരിച്ചറിയുന്ന ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രോബ്ലം ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയാം. ഈ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നടപടിയാണ് നമ്മൾ അതിൽ അൽഗോരിതവും ഫ്ലോ ചാർട്ടുകളും ഉണ്ടാക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ കൊടുത്താക്കുന്നു, നമ്മൾ ഓംലെറ്റ് തയ്യാറാക്കുന്ന ഒരു പാചകക്കുറിപ്പാണ് ഇതിൽ കൊടുത്താക്കുന്നത്. അപ്പോൾ അതിലെന്താ രീതി, ഒരു ഘട്ടം ഫസ്റ്റ് മുട്ട പൊട്ടിച്ച് പാത്രത്തിലിടുക, അങ്ങനെ ഓരോരോ ഘട്ടമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ട്, ഓംലെറ്റ് ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ
കൃത്യമായ ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് നിർദ്ദേശങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് അൽഗോരിതം എന്ന് പറയാം. അപ്പം അൽഗോരിതം അബു ജാഫർ മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാറിസ്മി എന്ന അറബി ഗണിതശാസ്ത്രജ്ഞനാണ് ഈ അൽഗോരിതം എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ അൽ ഖവാറിസ്മി എന്ന പേരിൽ നിന്നാണ് ഈ അൽഗോരിതം എന്ന പേര് ലഭിച്ചത്. ഇനി ഇത് ഇൻപുട്ട് സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ആയിരിക്കും ഇതിൻ്റെ തുടക്കം. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ വഴി ഈ ഇൻപുട്ടിന്മേൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ചില സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഡാറ്റ പ്രശ്നത്തോടൊപ്പം തന്നെ നൽകിയിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ അൽഗോരിതത്തിൻ്റെ തുടക്കത്തിൽ ഇൻപുട്ട് സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ പറയുന്നതിനേക്കാളും ഒരു എക്സാമ്പിൾ ഇതിൽ കൊടുക്കാം. അൽഗോരിതം സംബന്ധിച്ച ഉൾക്കാഴ്ച നേടാൻ നമുക്കൊരു ലളിതമായ പ്രശ്നം എന്താണ്? 3 സംഖ്യകളുടെ സമ്മും അതിൻ്റെ ആവറേജും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഘട്ടം 1 3 സംഖ്യകൾ ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ആകെ കിട്ടുന്ന ആ തുകയിൽ നിന്നും ആകെ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സംഖ്യകളൊക്കെ കൂട്ടണം. ശരാശരി ലഭിക്കാൻ വേണ്ടിയിട്ട് ആകെ തുകയിൽ നിന്ന് 3 ഹരിക്കണം. ആകെ തുകയും പിന്നെ ശരാശരിയും പ്രിന്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് നമുക്ക് റിസൾട്ട് വേണ്ടത്, അതിനെ കിട്ടുന്നതിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടം അതിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ അൽഗോരിതം ചിട്ടപ്പെടുത്തി കഴിഞ്ഞിട്ട് അതിന് നമ്മളൊരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി വരയ്ക്കുന്ന ഒരു പ്രോഗ്രാം എഴുതുന്നതിന് മുമ്പ് ഒരു ദ്വിതല സമീപനത്തിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ചിഹ്നങ്ങളും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു 3 സംഖ്യകൾ കൂട്ടി അതിൻ്റെ സമ്മും ആവറേജും കണക്കാക്കുക എന്ന് പറഞ്ഞ ഇതെടുത്താൽ അതെങ്ങനെ കണക്കാക്കാം എന്നുള്ളത് ഒരു പിക്ചറിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിനെയാണ് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുക. അപ്പം നമ്മുടെ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ANSI കേട്ടോ, അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ടെർമിനൽ. പേര് സൂചിപ്പിക്കണ പോലെ പ്രോഗ്രാമിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും യൂസ് ചെയ്യുന്ന ഒരു എലിപ്സ് എന്ന് പറഞ്ഞാൽ അണ്ഡവൃത്തം, അതൊരു മുട്ടയുടെ ഷേപ്പിലുള്ള ആ ഒരു ആകൃതിനെയാണ് നമ്മൾ ടെർമിനൽ എന്ന് പറയുക. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പാരലലോഗ്രാം അല്ലെങ്കിൽ സമാന്തര ഭുജാകൃതിയിലുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട്. ഇനി പ്രോസസ്സിനെ കാണിക്കാനാണ് നമ്മൾ ഒരു ദീർഘചതുരം റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ളതാണ്. അതായത് അതിന് വേരിയബിൾക്ക് വില നൽകുക എന്നീ കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഡിസിഷൻ ചെയ്യണമെങ്കിൽ, അതായത് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഷേപ്പ്. അതൊരു ചതുർഭുജം അല്ലെങ്കിൽ ഒരു ഡയമണ്ട് ഷേപ്പ്. പിന്നെ ഫ്ലോ ലൈനുകൾ, അതായത് അതിൻ്റെ ആ ഒരു ഒഴുക്കിനെ സൂചിപ്പിക്കുന്നതാണ് ഫ്ലോ ലൈൻ എന്ന് പറയുക, ഏത് ദിശയിലേക്കാണെന്ന്. അപ്പോൾ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ആരംഭിക്കുന്നതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓവൽ ഷേപ്പാണ്. പിന്നെ ABC ഇൻപുട്ട് ചെയ്യുക, ABC എന്നീ 3 നമ്പറുകൾ അതിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇൻപുട്ട് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു പാരലലോഗ്രാമാണ്. പിന്നെ പ്രോസസ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതാണ് റെക്റ്റാങ്കുലർ ഷേപ്പ്. S = A + B + C, ആവറേജ് = S/3. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. ഇനി അതിൻ്റെ ആ കിട്ടുന്ന ഉത്തരം പ്രിൻ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്നത് നമ്മൾ പാരലലോഗ്രാമാണെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ അവസാനിപ്പിക്കുക, അതാണെങ്കിലും തുടക്കമാണെങ്കിലും ടെർമിനലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലോ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആരോ ചിഹ്നം ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ഒരു ഫ്ലോ ചാർട്ടിലെ കാര്യം. ഇനി ഫ്ലോ ചാർട്ടിൻ്റെ ഇത്തിരി ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഗുണം എന്താണെന്ന് വെച്ചാൽ മികച്ച ആശയവിനിമയം, പിന്നെ ഫലപ്രദമായ വിശകലനം, ഫലപ്രദമായ സമന്വയം,
പിന്നെ ഫലപ്രദമായിട്ടുള്ള കോഡിങ്. ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലോ ചാർട്ട് യൂസ് ആവും. എന്നാൽ അതിൻ്റെ പരിമിതികൾ എന്താണെന്ന് വെച്ചാൽ ഉചിതമായിട്ടുള്ള ചിഹ്നങ്ങളും സ്പേസൊക്കെ നൽകി ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല കഠിനാധ്വാനം ആവശ്യമാണ്. അതുപോലെ സങ്കീർണമായിട്ടുള്ള അൽഗോരിതമൊക്കെ ആണെങ്കിൽ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പരിമിതി. ഇതിൽ ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 3 നമ്പറുകൾ തന്നിട്ട് അതിലെ വലുത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അത് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഫ്ലോ ചാർട്ടാണിത്. അതിൽ തുടക്കത്തിൽ ആരംഭിക്കുക M1 M2 M3 ഇൻപുട്ട് ചെയ്യുക. അപ്പം 3 നമ്പർ ഇൻപുട്ട് ചെയ്തു. M1 M2നേക്കാളും M3നേക്കാളും വലുതാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പം അതെ എന്നാണ് ആൻസറെങ്കിൽ M1 പ്രിൻ്റ് ചെയ്യുക, ഈ ഒരു സംഭവം പ്രോഗ്രാം അവസാനിപ്പിക്കുക. അല്ല എന്നാണ് ഉത്തരവെങ്കിൽ M2 ആണോ എന്ന് നോക്കുക, അത് പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ M3 പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഈ അതിൻ്റെ ഇവിടെ ഈ ഒരു ഡയമണ്ട് ഷേപ്പ് കണ്ടില്ലേ, അതാണ് നമ്മൾ ഡിസിഷൻ മേക്കിങ് അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതും കൂടി ഓർക്കാം. ഓക്കെ, അപ്പോൾ ഒരു അൽഗോരിതം ഒക്കെ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതിൽ പഠിച്ചത് കോഡിങ് ദ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം കോഡ് തയ്യാറാക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മുടെ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതുന്ന പ്രോഗ്രാം, അതിനാണ് പ്രോഗ്രാം കോഡിംഗ് എന്ന് പറയാം. അപ്പം അങ്ങനെ ഒരു പ്രോഗ്രാമർ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക് അല്ലെങ്കിൽ കോബോൾ, പാസ്കൽ, C++, അങ്ങനെ ഏതെങ്കിലും ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ എന്ത് വേണം? എക്സ്പീരിയൻസ് വേണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് അറിയണമെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രാമറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണ പോലെ തന്നെ ഇതിൽ ക്യാരക്ടർ സെറ്റ്, വൊക്കാബുലറി, ഗ്രാമർ, ഈ കമ്പ്യൂട്ടറിൻ്റെ ഗ്രാമർ എന്ന് പറയുമ്പോൾ സിൻടാക്സ് എന്നാണ് അതിനെ പറയുക, അതിൽ നൈപുണ്യം വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് ട്രാൻസ്ലേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡീബഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീബഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഇറർ അതിൽ കാണും. അപ്പോൾ ഈ ഇററിനെ പറയുന്ന പേരാണ് ബഗ്. ഈ ബഗ്ഗിനെ ഇല്ലാതാക്കുന്ന ആ ഒരു പ്രക്രിയനെയാണ് ഡീബഗിങ് എന്ന് പറയുക. ഇത് 2 തരത്തിൽ ഇററാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്, സിൻടാക്സ് എററും അതുപോലെ ലോജിക് എററും. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള ചിഹ്നം ഉപയോഗിക്കുക, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വാക്യപ്രയോഗം, നിർവചിക്കപ്പെടാത്ത പദങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിന് ഉള്ളൊരു എററാണ് സിൻടാക്സ് എറർ എന്ന് പറയുക. ഇനി നമ്മൾ പ്രോഗ്രാമിൻ്റെ ഒരു യുക്തിക്ക് അനുസരിതമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ആ ഒരു അപാകതയെ നമ്മൾ എന്തു പറയും? ലാംഗ്വേജ് പ്രോസസ്സറിന് ഉണ്ടാകുന്ന ലോജിക് ഇറർ എന്ന് പറയും. ഇനി അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് ഓൾറെഡി നമ്മൾ മാനുവലി കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ആ കണ്ടുപിടിച്ചത് ഈ ഒരു പ്രോഗ്രാം ലോഡ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരവും ഒന്നാണോ എന്ന് നോക്കും. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ ആ പ്രോഗ്രാം സക്സസ് ആയി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനാണ് എക്സിക്യൂഷൻ ആൻഡ് ടെസ്റ്റിംഗ് എന്ന് പറയാം. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്തു വച്ചിരിക്കുന്ന പ്രോഗ്രാം പിന്നീട് നമുക്ക് മാറ്റം വരുത്താനുള്ള സമയത്ത് നമുക്ക് ആ പ്രോഗ്രാം എന്താ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു വലിയ പേജുകളിലായിരിക്കും. അത് പിൽക്കാലത്ത് നമുക്കത് എന്തിനുള്ളതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഓരോ കോഡിൻ്റെ സൈഡിലായിട്ടും അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കണതിനെ ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയും. ഇത് കൂടാതെ ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഈ നമ്മൾ മാനുവൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, ഒരു ഉപകരണം ഉണ്ടാക്കുമ്പോൾ ആ ഉപകരണം എങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു മാനുവൽ ക്രിയേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതേപോലെ മാനുവൽ ക്രിയേഷനൊക്കെ വരുന്നതിന് എക്സ്റ്റേണൽ ഡോക്യുമെൻറ്റേഷൻ എന്നും പറയും. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കാര്യങ്ങളും കൂടുതലായിട്ടൊന്നും പഠിക്കാൻ അതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ വന്നിട്ടുള്ള സംഭവമാണ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ആ ഒരു സംഭവം അതിൽ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നമുക്കതൊന്ന് അറിഞ്ഞിരിക്കാം. എന്താണ് ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്ങിൽ
എന്തിനാണ് ഇൻസ്ട്രക്ഷൻ എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നൊക്കെ ഒന്ന് നോക്കാം. 2-3 ഇൻസ്ട്രക്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്നും കൂടി നോക്കാം. അപ്പോൾ പ്രോഗ്രാമിംഗ് ഇൻവോൾവ്സ് റൈറ്റിംഗ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് എ കമ്പ്യൂട്ടർ ക്യാൻ എക്സിക്യൂട്ട്. ദീസ് ഇൻസ്ട്രക്ഷൻ ആർ written in a program language which is a set of rules and syntax for writing code. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടെങ്കിലാണ് കമ്പ്യൂട്ടറിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസും സിൻറ്റാക്സൊക്കെ കോഡിൻ്റെ ഒപ്പം ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളതാണ്, ആ ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പ്രൈമറി ആയിട്ട് 4 ഇൻസ്ട്രക്ഷനാണ് ഒരു പ്രോഗ്രാമിംഗ് കോഡിങ്ങിൽ ഉണ്ടാവുക. അപ്പോൾ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ടു റീഡ് ഡാറ്റ ഫ്രം ഇൻപുട്ട് ഡിവൈസ് സച്ച് ആസ് കീബോർഡ്, സ്കാനർ ഓർ ഫയൽസ്. അപ്പോൾ കീബോർഡോ സ്കാനറോ അങ്ങനെ അല്ലെങ്കിൽ ഫയൽസിൽ നിന്നും ഒരു ഡാറ്റനെ നമ്മൾ റിഡ്രൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് പറയാം, ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. അപ്പോൾ റീഡ് അല്ലെങ്കിൽ ഇൻപുട്ട് അല്ലെങ്കിൽ സ്കാനഫ്, ഇപ്പോൾ ഇത് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ബേസിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ റീഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിട്ടാണ് റീഡ്, ഇൻപുട്ട്, സ്കാനഫ്, ഇതൊക്കെ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇനി ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ യൂസർ ടു ഡിസ്പ്ലേ ഡാറ്റ ഓൺ ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസുകളിൽ അതായത് മോണിറ്റർ, പ്രിൻ്ററുള്ള ഇതിലേക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതിന് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ പ്രിൻ്റ് എഫ് അല്ലെങ്കിൽ പ്രിൻ്റ്, റൈറ്റ്, ഇതൊക്കെ നമുക്ക് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഇനി സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ടു സ്റ്റോർ ഡാറ്റ ഇൻ മെമ്മറി ഓർ വേരിയബിൾ. ഒരു വേരിയബിളിലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു രജിസ്റ്ററിലേക്കോ ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏതൊരു ഇൻസ്ട്രക്ഷനെ നമുക്ക് എന്ത് പറയാം, സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഇപ്പം എക്സ് ഈസ് ഈക്വൽ ടു 5 എന്ന നമ്പർ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കയറ്റാം. നെയിം എന്ന വേരിയബിളിലേക്ക് ജോൺ എന്ന പേരായിരിക്കും നമുക്ക് കയറ്റേണ്ടത്. അറേ എന്ന് പറഞ്ഞ ഒരു മെമ്മറി ലൊക്കേഷനിൽ 10 എന്ന് പറഞ്ഞ വാല്യൂ കയറ്റുക. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. ഇനി കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് പ്രോഗ്രാം എക്സിക്യൂഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ്റെ സമയത്ത് യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലാദ്യത്തെ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഇഫ്, എൽസ്, സ്വിച്ച്, ഇതൊക്കെ ഒരു കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഫോർ, വൈൽ, ഡു വൈൽ. ജമ്പ് എന്ന് പറഞ്ഞാൽ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, ഇതൊക്കെ ജമ്പിൻ്റെ എക്സാമ്പിളാണ്. ഫങ്ഷൻസിൻ്റെ എക്സാമ്പിളാണ് ഫങ്ഷൻസ്, പ്രൊസീജിയർ, മെത്തേഡ്. ഇതിൽ കണ്ടീഷൻ സ്റ്റേറ്റ്മെൻറ്റും ലൂപ്പും ജമ്പും മാത്രം നോക്കുന്നത് ഇത്രയും കൂടി വിശദമായിട്ട് നമുക്ക് നോക്കാം. കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ അതിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 5, 5 വലുതാണ് എക്സ് എങ്കിൽ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എൽസ് എന്ത് ചെയ്യണം, ലെസ് ദാൻ 5 എന്ന് പ്രിൻറ്റ് ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ. ഇഫ് ഈ കാര്യം അല്ലെങ്കിൽ എൽസ് ഈ കാര്യം പ്രിൻറ്റ് ചെയ്യണം. അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കളറ് നമ്മൾ പ്രിൻറ്റ് ചെയ്യണം എന്നുള്ള പ്രോഗ്രാമാണ് സ്വിച്ച് കളർ എന്ന് കാണിക്കുന്നത്. ഇപ്പോൾ കേസ് 1 റെഡ് ആണ് വന്നതെങ്കിൽ റെഡ് ആണെന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കണം. എന്നിട്ട് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പരിപാടി അവിടെ നിൽക്കും. അല്ലെങ്കിൽ അടുത്ത കേസിലേക്ക് പോവുക. ബ്ലൂ ആണോ, എന്നാൽ ബ്ലൂ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് സ്വിച്ച് ചെയ്തിട്ട് അടുത്തിലേക്ക്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്വിച്ച് എന്ന് പറയുക. അപ്പോൾ അതും ഒരു കണ്ടീഷനാണ്. ഈ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റ്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് ഫോർ എ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ടൈംസ്. ഒരു ഇത്ര സ്പെസിഫൈഡ് ടൈമിനുള്ളിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെ നമുക്ക് ലൂപ്പ് എന്ന് പറയാം. ഫോർ ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 5, ഐ ലെസ് ദാൻ 5, ഐ പ്ലസ് പ്ലസ് പ്രിൻറ്റ് ഐ. അപ്പം 5 വരെ ഈ ഐയിലേക്ക് അതിന് 0 ആണ് നമ്മൾ കയറ്റിയേക്കണം. അപ്പോൾ 0 മുതൽ 5 വരെ നമ്മൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ഫോർ ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ വൈൽ ലൂപ്പ് ആണെങ്കിലും വൈൽ ലൂപ്പും ഇതേപോലെ തന്നെ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ റിപ്പീറ്റ്, അത് ട്രൂ ആവണ വരെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഡു വൈലാണെങ്കിൽ റിപ്പീറ്റ്സ് എ ബ്ലോക്ക് ഓഫ് കോഡ് വൈൽ എ കണ്ടീഷൻ ഈസ് ട്രൂ ആൻഡ് എക്സിക്യൂട്ട് ദ ബ്ലോക്ക് അറ്റ്ലീസ്റ്റ് 1. ഒരിക്കലെങ്കിലും അത് പ്രിൻറ്റ് ചെയ്യണ എക്സിക്യൂട്ട് ചെയ്യണ വരെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് മൂന്നും ഏകദേശം ഒരേപോലെയാണ്.
ഇനി ജമ്പ് എന്ന് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ കൺട്രോൾ ഔട്ട് ഓഫ് എ ലൂപ്പ് ഓർ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ജമ്പിൻ്റെ അണ്ടറിലാണ് ബ്രേക്ക്, കണ്ടിന്യൂ, ഗോ ടു ഒക്കെ വരുന്നത്. അപ്പോൾ എന്താണ്, നമ്മൾ നേരത്തെ 4ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ 0 കൊടുത്തു 5 വരെ. അപ്പോൾ എപ്പോഴാണോ 3 = 3 വരണേ ആ സമയത്ത് നമ്മൾ നിർത്തുക. അപ്പോൾ ബ്രേക്ക് അവിടെ വെച്ച് ആ പ്രോഗ്രാം നിന്നു. ഇനി കണ്ടിന്യൂ ആണെങ്കിലോ, എന്താ പറയുക, ഇപ്പം മറ്റേത് നിർത്തുകയാണെങ്കിൽ ഇപ്പം എപ്പോഴാണോ 3 ആവുന്നത് ആ സമയത്ത് പിന്നെ ഈ പ്രോഗ്രാം പിന്നെ റണ്ണാക്കുക. അതാണ് കണ്ടിന്യൂ എന്ന്. അടുത്ത ഇറ്ററേഷനിലേക്ക് പോവുക, അങ്ങനെ എന്തെങ്കിലുമുള്ള ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഗോ ടു ആണെങ്കിൽ, ഗോ ടു എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു ലേബൽ ചെയ്തിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഗോ ടു ലേബൽ, അപ്പം ലേബൽ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് പോവുക. അപ്പോൾ ലേബലിൽ എന്ത് എഴുതിയേക്കണം, പ്രിൻറ്റ് ഹലോ എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ്, കണ്ടീഷണൽ, ലൂപ്പ്, ജമ്പ്, ഫങ്ഷൻസ് ഒക്കെ. അപ്പോൾ ഇതിൽ കണ്ടീഷണൽസും ലൂപ്പും ജമ്പും ഒന്ന് നോക്കാം. കണ്ടീഷണലാണ് ഇഫ് എൽസ്, പിന്നെ ലൂപ്പ് ഫോർ, വൈൽ, ഡു വൈൽ, പിന്നെ ജമ്പിലാണ് ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ. ഈ കാര്യങ്ങളൊന്ന് നോക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് റീഡ്, ഇൻപുട്ട്, സ്കാൻഎഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഔട്ട്പുട്ട്, സ്റ്റോർ, കൺട്രോൾ ട്രാൻസ്ഫർ. ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞു വെച്ചാൽ മതി. ഇതുപോലെ നമ്മുടെ അസംബ്ലി ലാംഗ്വേജിലും ഇതുപോലെ ഓരോ ഇൻസ്ട്രക്ഷനോടെ സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസാണ് ഇവിടെ സൈഡിൽ കൊടുത്താക്കണേ. ഇതിൽ ഇൻപുട്ടിന് INP, ഔട്ട്പുട്ടിന് OUT, അതുപോലെ സ്റ്റോർ ചെയ്യാൻ STA. അപ്പോൾ നമ്മുടെ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ സോഫ്റ്റ്വെയർ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ബേസിക്സ് ഓഫ് പ്രോഗ്രാമിങ്ങും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ക്ലാസ്. ഇനി നെക്സ്റ്റ് നെറ്റ്വർക്ക്സ് ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.